ഏട്ടനെ കാണുന്നില്ലല്ലേ ചേച്ചി? ഇന്നാണ് മറ്റേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അതിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, നീ ഒന്ന് സമാധാനായിട്ട്. പിന്നെ ഈ മരിച്ചെടുത്തിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കണ എന്റെ കാര്യം എന്താ? പൊന്നോ, ജോലിക്കൊക്കെ എന്തായാലും വന്നാ എന്റെ പൊന്നോ. പിന്നെ ജോലി പോയാലും പോട്ടെ, ഏട്ടനൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. ഒന്നും വരൂല, അതൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കണതല്ല അത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ലില്ലിപ്പണെന്ന് വിളിച്ചോണ്ട് വരരുതെന്ന്. ദേഷ്യപ്പെടാതെ വല്ലതും അറിഞ്ഞോ? എന്താ? മറ്റേ ലോക്കപ്പിൽ കിടന്ന് മരിച്ചില്ലേ, അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അവൻ സൽസ്വഭാവിയാന്നൊക്കെ അല്ലേ ഇവിടെ പാടിക്കൊണ്ട് നടന്നേ. അപ്പൊ പൂല കൂടായ്പ്, അവന് കഞ്ചാവിന്റെ പരിപാടിയാ. ഈ സ്കൂളിന്റെ കോളേജിലെ വാതിക്കലൊക്കെ കഞ്ചാവിന്റെ അച്ചോടുണ്ട്. ശരിക്കും പറഞ്ഞ് ഇവനെ കൂടെ പൊക്കാനാണ് കോളനി പോലീസ് എന്നത്. ഇവൻ പോലീസുകാരെ കണ്ട് ഓടിയപ്പോ ഇവന്റെ കയ്യിൽ ഈ കഞ്ചാവും സ്റ്റാമ്പും MDMA ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് പിടിക്കുമെന്നായപ്പോ തെളിവ് നശിപ്പിക്കാണ്ട് ഇവ ഇതെല്ലാം വിഴുങ്ങി. ഇത്ര കൂടിയ സാധനം ചെന്നതല്ലേ, അങ്ങനെ തട്ടിയത്. അവസാനം ഓപ്പറേഷൻ ചെയ്ത പോലീസുകാരൊക്കെ ഇപ്പൊ സീറിഞ്ച്, നൂല്, ഒരു മെഡിക്കൽ സ്റ്റോറിന് വേണ്ട സാധനം മൊത്തം പറ്റിയുണ്ട്. അപ്പൊ മറ്റേ ലോക്കപ്പിൽ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അബദ്ധം പറ്റൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ കരം വെച്ചപ്പോ അങ്ങനെ നീതിക്ക് നിരക്കാത്ത ഈയത്തില് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ലോ പറഞ്ഞത്. ലിറ്റേഴ്സിന്റെ കൂടെ കൂടിയിട്ട് ഏട്ടനെ എന്തൊക്കെ കുറ്റം പറഞ്ഞു? അല്ല, അത് പാർട്ടി ആകുമ്പോ അങ്ങനെ പറയണം, പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ പൂർണ്ണമായിട്ടും പറഞ്ഞില്ല. അവൻ അങ്ങനെ അബദ്ധം പറ്റൂല, അവൻ കനകം പോലീസാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? അല്ല അങ്ങനെ എന്ത് അങ്ങനെയെന്ന്? ഇച്ചിരി കൂടുതലായിരുന്നേ നിനക്ക്, ഇച്ചിരി. ആ, എന്തോ ചെയ്തതാണെങ്കിൽ. അല്ല, അത് മുഖത്ത് സന്തോഷമുണ്ട്. ദൈവമേ, ഞാൻ അവളെ സമാധാനിപ്പിക്കുവായിരുന്നു. എന്തൊരു വിഷമായിരുന്നറിയോ, ഇരുന്നിട്ട് ഇരിപ്പുറക്കെ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, സത്യമായിട്ട് ഞങ്ങൾ ആരും അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ അത്. അയാൾ വന്നു, അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞ് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തു. ഇത്ര ഞങ്ങൾക്കറിയാവൂ. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും സത്യം പുറത്തൊന്നല്ലേ പറ്റുള്ളൂ. പക്ഷെ കിട്ടിയ അവസരം രാഷ്ട്രീയക്കാരും ചാനലൂരങ്ങ് മുതലെടുത്ത്. അവർക്ക് 2 ദിവസത്തേക്കുള്ള വാർത്തയായല്ലോ. ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോ തന്നെ എല്ലാവരോടും പറഞ്ഞു മയക്കുമരുന്നിന് അളവ് കൂടിയാണ് അവൻ മരിച്ചെന്ന്. അല്ല, പറയണ്ടേ, അത് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റമ്മച്ചമ്പയുടെ ഒരു പാട് നോക്കിക്ക്. പന്നംകുളത്തി പ്രകടനവും ഹർത്താലും എല്ലാം വെറുതെ ആയി. സമരാനൂരികൾ എന്തോ നഷ്ടപരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ പറയാം. മിക്കാരും ക്ലീറ്റമ്മച്ചമ്പയുടെ കയ്യിൽ നിന്ന് പോവും. വരുന്നുണ്ട്. ഹലോ, എന്റെ തൊപ്പി തെറിച്ചിട്ടില്ല. എന്റെ തൊപ്പി തെറിച്ചില്ലെങ്കിലേ താങ്കൾ തലയിൽ കൂടെ മുണ്ടിട്ടുണ്ടോ എന്നാ പറഞ്ഞേ. ഇത് പത്രമാണ്, മുണ്ടില്ലേ? ഓണാങ്കണി ഒരു ഉളുപ്പില്ലേ? നാടൻ കെട്ടവന്റെ ആസനത്തിൽ ആല് വരുത്താലേ അവൻ അതും ഒരു സന്തോഷം.